Today we have a new topic, alternative approaches to the political business cycle and overview. Now, since mid 1970s, we can distinguish four main approaches which have evolved in the separate phases. നോക്കൂ 1970 മുതൽ 4 തരത്തിലുള്ള ബിസിനസ് സൈക്കിളിൻ്റെ അപ്രോച്ചുകളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. During the first phase, in the mid to the late 1970s, Nordhaus reawakened interest in this area, developing an opportunistic model of the business cycle. This was followed by Hibbs in 1977, who emphasized the ideological rather than office-motivated considerations. നോക്കൂ 1970 പകുതിയോട് കൂടിയിട്ട് ലോകത്ത് രണ്ട് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറികൾ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തിയറിയാണ് നോർദസിൻ്റെ തിയറി, 1975 വന്നിട്ടുള്ള തിയറി. ഈ തിയറിയുടെ പ്രത്യേകത ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ ഓഫ് ബിസിനസ് സൈക്കിളാണ്. ദെൻ മറ്റൊന്ന് വന്നിട്ടുള്ളത് ഹിബ്സിൻ്റെ തിയറിയാണ്. ഹിബ്സിൻ്റെ തിയറിയുടെ പ്രത്യേകത ഇത് ഫോക്കസ് ചെയ്യുന്നത് ഐഡിയോളജിക്കാണ്. ദാറ്റ് മീൻസ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. അപ്പോൾ നോക്കൂ, രണ്ട് ബിസിനസ് സൈക്കിളുകൾ 1970 പകുതിയോട് കൂടി വരുന്നു. ഒന്ന് നോർദസിൻ്റെ തിയറിയാണ്. നോർദസിൻ്റെ തിയറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ്. എന്നാൽ ഹിബ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഐഡിയോളജിക്കലായിട്ടുള്ള ഭാഗത്തോട്ടുമാണ്. എന്നാൽ പിന്നീട് ഹിബ്സിൻ്റെയും നോർദസിൻ്റെയും തിയറിയുടെ കാലഘട്ടത്തിന് ശേഷം വലിയൊരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റം ഈ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന മേഖലയിലോട്ട് വന്നിട്ടുണ്ട്. അത് വരുന്നത് പുതിയൊരു കോൺസെപ്റ്റ് വരുന്നതോടു കൂടിയാണ്. അത് ആദ്യത്തേത് പറയുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻ റിവല്യൂഷൻ എന്നാണ്. അതായത് മുമ്പുണ്ടായിരുന്ന നോർദസിൻ്റെയും ഹിബ്സിൻ്റെയും തിയറിയുടെ പ്രത്യേകത ഈ രണ്ട് തിയറികളും തന്നെ നോൺ റാഷണൽ തിയറികളായിരുന്നു. എന്നാൽ റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറികളായിട്ട് രണ്ട് തിയറികൾ കൂടി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർദസിൻ്റെ അതുപോലെ തന്നെ ഹിബ്സിൻ്റെയും തിയറികളെ ഓൾഡ് പൊളിറ്റിക്കൽ മാക്രോ ഇക്കണോമിക് തിയറി എന്നും പുതുതായിട്ട് റിവല്യൂഷണറി ഐഡിയ കൂടി കടന്നു വന്നിട്ടുള്ളതൊക്കെ മോഡേൺ തിയറികളായിട്ടും അറിയപ്പെടുന്നു. അപ്പോൾ നോക്കൂ, എന്താണ് ഇവിടെയുള്ള പ്രത്യേകത എന്നുള്ളത്. ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് തരത്തിലുള്ള തിയറികളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൊടുത്തതാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്ത ഹെഡിങ് നോക്കാം. അസംഷൻ അബൌട്ട് വോട്ടേഴ്സ് ആൻഡ് ഇക്കണോമിക് ഏജൻറ്റ്. വോട്ടേഴ്സിനെ കുറിച്ച് ഇക്കണോമിക് ഏജൻറ്റിനെ കുറിച്ചിട്ടുള്ള അസംഷൻ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. അസംഷൻസ് രണ്ടെണ്ണമാണ് ഇവർക്കുള്ളത്. ഒന്ന് നോൺ റേഷണൽ ബിഹേവിയർ, നോൺ റേഷണൽ എക്സ്പെക്റ്റേഷൻ. മറ്റൊന്ന് റേഷണൽ ബിഹേവിയർ, റേഷണൽ എക്സ്പെക്റ്റേഷൻ. എന്താണ് ഈ റേഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വോട്ടേഴ്സും എക്കണോമിക് ഏജൻറ്റും ഒക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. ഇവർ കൃത്യമായിട്ടും എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരുന്ന മാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇവർ തീരുമാനമെടുക്കാറുള്ളത്. അത്തരത്തിലുള്ള ആളുകളെയാണ് റേഷണൽ എന്നറിയപ്പെടുക. ഇനി അതല്ല, ഇത്തരത്തിൽ ഒരു അനാലിസിസ് നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരികയോ ആളുകയാണ് നോൺ റേഷണൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, നോൺ റേഷണൽ ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ നോൺ നാഷണൽ ബിഹേവിയർ, നോൺ റേഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന അസംഷൻ ഫോളോ ചെയ്യുന്ന തിയറികളാണ് ഓൾഡ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറികളായിട്ടുള്ള നോർദസിൻ്റെ തിയറിയും ഹിബ്സിൻ്റെ തിയറിയും. എന്നാൽ റേഷണൽ ബിഹേവിയർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ റേഷണൽ എക്സ്പെക്റ്റേഷൻ കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് പിന്നീട് വന്നിട്ടുള്ള മോഡേൺ തിയറികൾ. അതാണ് റോഗോഫിൻ്റെയും സൈബേർട്ടിൻ്റെയും തിയറി, അതുപോലെ തന്നെ അലൻസിയയുടെ തിയറി. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നോർദസിൻ്റെയും ഹിബ്സിൻ്റെയും തിയറി നോൺ റേഷണൽ ബിഹേവിയർ ഉള്ള തിയറിയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലും വ്യത്യാസമുണ്ട്. നോർദസ് പൊളിറ്റീഷ്യൻസിനെ കുറിച്ചിട്ടുള്ള അസംഷൻ പറയുന്നത് എങ്ങനെയാണ്? നോൺ പാർട്ടീഷൻ ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻസ്. നോൺ പാർട്ടീഷൻ ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻ. എന്താണ് ഈ നോൺ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇവർ സെൽഫ് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇവരെന്ത് ചെയ്യാറുള്ളത്, പ്രവർത്തിക്കാറുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആണുള്ളത് എന്നുള്ളതാണ് അവരുടെ അസംഷൻസ്. എന്നാൽ ഹിബ്സിൻ്റെതാണെങ്കിൽ പാർട്ടീഷൻ ഐഡിയോളജിക്കൽ പൊളിറ്റീഷ്യൻസ് ആണ്. അതായത് ഇവർ സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ അപ്പുറത്ത് രാജ്യത്തുള്ള ഇക്കണോമിക് ഏജൻസിൻ്റെ ഇൻട്രസ്റ്റ് കൂടി പൊളിറ്റീഷ്യൻസ് കൺസിഡർ ചെയ്യും. അത്തരത്തിലുള്ള തിയറിയാണ് ഹിബ്സിൻ്റെ തിയറി. അതുപോലെ തന്നെ ഈ മോഡേൺ തിയറി ആയിട്ടുള്ള റേഷണൽ ബിഹേവിയർ തിയറിയും ഇത് വെച്ചിട്ട് തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നോൺ പാർട്ടീഷൻ ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന അസംഷൻ ഫോളോ ചെയ്യുന്ന തിയറിയാണ് റോഗോഫിൻ്റെയും സൈബേർട്ടിൻ്റെയും തിയറി. എന്നാൽ പാർട്ടീഷൻ ഐഡിയോളജിക്കൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്ന അസംഷൻ ഫോളോ ചെയ്യുന്ന തിയറിയാണ് അലൻസിയയുടെ തിയറി.
അപ്പോൾ നോക്കൂ, പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് നോൺ റേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ നോൺ റേഷണൽ എക്സ്പെക്റ്റേഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് തിയറികളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് നോർദസിൻ്റെ തിയറി, മറ്റൊന്ന് ഹിബ്സിൻ്റെ തിയറി. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. 1970 ശേഷം 4 തരത്തിലുള്ള പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറികൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ആദ്യം കടന്നു വന്ന 2 തിയറിയാണ് നോർദസിൻ്റെ തിയറിയും ഹിബ്സിൻ്റെ തിയറിയും. 2 തിയറിയുടെയും പ്രത്യേകത നോൺ റേഷണൽ തിയറിയാണ്. അതായത് വോട്ടേഴ്സ് റേഷണൽ അല്ല എന്ന് പറയുന്ന തിയറിയാണ് ഈ നോർദസിൻ്റെയും ഹിബ്സിൻ്റെയും തിയറി. പോരാത്തത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നോൺ പാർട്ടീഷൻ തിയറിയാണ്, മറ്റൊന്ന് പാർട്ടീഷൻ തിയറിയാണ്. അതായത് പൊളിറ്റീഷ്യൻസ് നോൺ പാർട്ടീഷൻ ആണ് എന്ന് പറയുന്ന തിയറിയാണ് നോർദസിൻ്റെ തിയറി. എന്നാൽ ഹിബ്സിൻ്റെ തിയറി പൊളിറ്റീഷ്യൻസ് പാർട്ടീഷൻ ഐഡിയോളജി ഫോളോ ചെയ്യുന്നതാണ് എന്ന് പറയുന്ന തിയറി കൂടിയാണ്. പോരാത്തത് പുതുതായി വന്നിട്ടുള്ള തിയറികൾ എന്ന് പറയുന്നത് റാഷണൽ ബിഹേവിയർ ഫോളോ ചെയ്യുന്ന തിയറിയാണ്. അതായത് വോട്ടേഴ്സ്, ഇക്കണോമിക് ഏജൻസ് ഒക്കെ റാഷണൽ ആണ് എന്ന് പറയുന്ന തിയറിയാണ് റോഗോഫ് ആൻഡ് സൈബേർട്ടിൻ്റെ തിയറിയും അതുപോലെ തന്നെ അലൻസിയയുടെ തിയറിയും. ഇതിനെ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ ഇക്കണോമിക് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവർ വന്നതോട് കൂടിയിട്ടാണ് നോർദസിൻ്റെയും ഹിബ്സിൻ്റെയും തിയറിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെയായി പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ആദ്യത്തെ തിയറിയിലോട്ട് വരുന്നു, നോർദസ് ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ. നോക്കൂ, എന്താണ് ഈ നോർദസ് ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ? The modern literature on political business cycle was stimulated by the seminar paper of Nordhaus in 1975. നോക്കൂ, 1975 ഒരു സെമിനാർ പേപ്പറിലൂടെയാണ് നോർദസിൻ്റെ ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ ഓഫ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്: ഇൻ ദ ഇലക്ട്രൽ മോഡൽ പോപ്പുലറൈസ്ഡ് ബൈ നോർദസ്, ദ പാർട്ടി ഇൻ പവർ ചൂസ് ഇക്കണോമിക് പോളിസീസ് ഡ്യൂറിങ് ഇറ്റ്സ് ഇൻകംബൻസി വിച്ച് മാക്സിമൈസ് പോപ്പുലാരിറ്റി അറ്റ് ദി നെക്സ്റ്റ് ഇലക്ഷൻ. നോക്കൂ, ഇവിടെ ഇദ്ദേഹം പറയുന്നത്, നോർദസ് പറയുന്നതാണ്, ഇക്കണോമിക് പോളിസി, ഒരു ഗവൺമെൻറ് എടുക്കുന്ന ഇക്കണോമിക് പോളിസി എപ്പോഴും അടുത്ത ഇലക്ഷൻ ആ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരണം എന്നുള്ള രൂപത്തിലുള്ള ഇക്കണോമിക് പോളിസി ആയിരിക്കും അവർ നടപ്പിലാക്കുന്നത്. അതായത് നെക്സ്റ്റ് ഇലക്ഷനിൽ അവർക്ക് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇക്കണോമിക് പോളിസിയാണ് അവർ ചെയ്യാറുള്ളത്. അതായത് ആ രാജ്യത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് കുറക്കും, ഇൻഫ്ലേഷൻ കുറക്കും. അങ്ങനെ ഒരു ഇലക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ആ ഇലക്ഷനിൽ അവർ വീണ്ടും അധികാരത്തിൽ വരുന്ന രൂപത്തിലായിരിക്കും അവർ ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുന്നത് എന്നാണ് നോർദസ് പറയുന്നത്. പോരാത്തത് നോർദസ് പറയാനുള്ള കാരണം ഇതൊരു നോൺ റാഷണൽ തിയറിയാണ്. അതായത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അറിവൊന്നുമില്ല, അവരൊരു മയോപ്പിക് സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഏറ്റവും അടുത്ത് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പോളിസി ഏതാണോ ആ പോളിസി ആയിരിക്കും അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു, ആ ഇലക്ഷനിൽ ആ ഗവൺമെൻറ് തിരിച്ചു വരുന്നു. അപ്പോൾ നോക്കൂ, സിൻസ് ദ വോട്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഗവൺമെൻറ് മാക്രോ ഇക്കണോമിക് പെർഫോമൻസ് ബിഫോർ ആൻ ഇലക്ഷൻ, politicians will be tempted to manipulate policy instruments so that the policy outcome are most favorable around the election period. അതുകൊണ്ട് തന്നെ ഈ ഇക്കണോമിക് വേരിയബിൾ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഇത്തരത്തിലുള്ള മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് ഉണ്ട്. ഈ മാക്രോ ഇക്കണോമിക് വേരിയബിൾസിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻസ്ട്രുമെൻസിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത ഇലക്ഷൻ ഫേവറബിൾ ആയിട്ട് വരും എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. സോ ദ ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ് ഓഫ് സച്ച് ബിഹേവിയർ ഈസ് ദാറ്റ് ദ പോളിസീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഡെമോക്രാറ്റിക് വിച്ച് ആർ ബയാസ്ഡ് അഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ ജനറേഷൻ. പക്ഷേ ഈ ഒരു പോളിസിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്കണോമിക് പോളിസിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇതിന് വരുന്ന ഈ ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കിയാൽ ഇവർക്ക് വരുന്ന ബേർഡൻ മൊത്തം വരുന്നത് ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്യാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള പോളിസികൾ നടപ്പിലാക്കുന്നത്. ഇതിനൊരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്ത സമയത്ത് ഗവൺമെൻറ് വലിയ രീതിയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കും, കടം വാങ്ങിയിട്ട് വർദ്ധിപ്പിക്കും. പക്ഷേ ഈ കടം വാങ്ങിയ എമൗണ്ട് തിരിച്ചടക്കേണ്ടത് ഫ്യൂച്ചർ ജനറേഷനാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലക്ഷ്യം ഇലക്ഷനിൽ വിജയിക്കണം എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബേർഡൻ മൊത്തം വരുന്നത് ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഇക്കണോമിക് പോളിസിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. This why election and electoral competition are necessary to increase the accountability of government, and the are likely introduce potentially damaged distortions into the policy of
പോളിസി മേക്കിംഗ് പ്രോസസ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇലക്ഷനും ഇലക്ട്രൽ കോമ്പറ്റീഷനൊക്കെ ഒരു രാജ്യത്ത് കമ്പൽസറി ആയിട്ടുള്ള അല്ലെങ്കിൽ നെസറി ആയിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് എപ്പോഴും ഓരോ കാര്യത്തിനും അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻ തന്നെ ഡാമേജ്ഡ് ആയി പോവും, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിച്ചു പോവും എന്നാണ് നോർദസ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നോർദസിൻ്റെ തിയറിയുടെ പ്രത്യേകത. നോർദസിൻ്റെ തിയറിയിൽ പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഒരു ഗവൺമെൻറ് വ്യത്യാസങ്ങൾ വരുത്തുന്നത് ആ രാജ്യത്ത് വീണ്ടും അവർക്ക് ഇലക്ഷനിലൂടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇലക്ഷനിൽ ഇവരുടെ ഗവൺമെൻറ് പോപ്പുലറൈസ് ചെയ്യുകയും ഇവർക്ക് വോട്ടോട് കൂടിയിട്ട് തിരിച്ചു വരികയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ആ രാജ്യത്തുള്ള മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിനുവേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് തയ്യാറാക്കുകയും രാജ്യത്ത് ആ ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഔട്ട്കം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലാണ് ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുന്നതെങ്കിൽ ഇത് ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം, ഈ ഭാവിയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും ഇതിൻ്റെ ബേർഡൻ മൊത്തം വരുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നു, ഇലക്ഷൻ കോമ്പറ്റീഷനും ഒക്കെ ഒരു രാജ്യത്തുണ്ടാവും, പക്ഷേ ഒരു ഗവൺമെൻറ് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പോരാത്തത്, ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻസ് മൊത്തം ഡിസ്റ്റോർട്ട് ആയി പോവും, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോവും എന്നുകൂടി നോർദസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇനി നോക്കൂ, നോർദസിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. 8ഓളം അസംഷൻസ് പറയുന്നു. ആദ്യത്തെ അസംഷൻ, ദ പൊളിറ്റിക്കൽ സിസ്റ്റം കണ്ടെയ്ൻസ് 2 parties between which there has been complete policy convergence as predicted by the median voter theorem of Downs. നോക്കൂ, ഡൗൺസിൻ്റെ മീഡിയം വോട്ടർ തിയറത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസാണ്, അല്ലെങ്കിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഒരു രാജ്യത്തുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ പറയുന്നത്, ബോത്ത് പാർട്ടീസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാക്സിമൈസിങ് പൊളിറ്റിക്കൽ പ്രോഫിറ്റ് റാദർ ദാൻ engaging in ideological programs. Only election outcome matter to these opportunistic non-partisan politicians. നോക്കൂ, രണ്ടാമത്തെ അസംഷൻ പറയുന്നത്, ഏത് പാർട്ടി ആയാലും ആ പാർട്ടികളുടെയൊക്കെ ലക്ഷ്യം പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ രാജ്യത്ത് വെൽഫെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല ആ രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം. പകരം അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. That's the second assumption. Then the third one, the timing of elections is exogenously fixed. നോക്കൂ, ഇലക്ഷൻ്റെ ടൈം അല്ലെങ്കിൽ ഇലക്ഷൻ പീരിയഡ് കൃത്യമായിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത്ര വർഷക്കാലത്തും കൂടുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് അസംഷൻ, ഇൻഡിവിജ്വൽ വോട്ടേഴ്സ് ആർ identical and have aggregate unemployment and inflation in their preference function, and low inflation and unemployment rate are preferred. Policy makers are fully informed of voters' preferences but have no specific preferences with respect to the inflation and unemployment. നോക്കൂ, ഇൻഡിവിജ്വൽ വോട്ടേഴ്സ്, വോട്ട് ചെയ്യുന്ന ആളുകൾ പരിഗണിക്കുന്നത് എപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനുമാണ്. ലോ ഇൻഫ്ലേഷൻ, ലോ അൺഎംപ്ലോയ്മെൻറ്റ് നൽകുന്ന ഒരു ഗവൺമെൻറ്റിനായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, വോട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. Then the fifth one, voters make political choices based on past performance of incompetent politicians in managing the economy during their term of office. Only are voters respective in their voting behavior, they also have a decaying memory. That is, they are myopic. ഇവർ പറയുന്നതാണ്, അഞ്ചാമത്തെ അസംഷൻ പറയുന്നത്, വോട്ടേഴ്സ് അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് ആ പൊളിറ്റീഷ്യൻസ് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് അവർ നടപ്പിലാക്കിയിട്ടുള്ള പോളിസി എന്താണ് എന്നുള്ളതാണ് ഇവരെന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടേഴ്സ് എപ്പോഴും മയോപ്പിക് ആയിരിക്കും എന്നുകൂടി ഇവർ അസ്യൂം ചെയ്യുന്നു. എന്താണ് മയോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുന്നുള്ളൂ. അതായത് പണ്ട് ആ ഗവൺമെൻറ് നടത്തിയ പോളിസി വലിയ രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കിയത്, വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയതൊന്നും ഇവരുടെ മനസ്സിലുണ്ടാവില്ല. ഇലക്ഷൻ അടുത്ത സമയത്ത് ഇവർ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചിട്ടുണ്ടാവും, ഇൻഫ്ലേഷൻ കുറച്ചിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ മനസ്സിലുള്ള ഓർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മയോപ്പിക് ആണ്.
പഴയ കാര്യങ്ങളെ പറ്റിയിട്ട് ഇവർ ബോധേഡ് അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വോട്ടേഴ്സ് പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അഞ്ചാമത്തെ അസംഷൻ. ദെൻ ആറാമത്തെ അസംഷൻ പറയുന്നത് ദ മാക്രോ ഇക്കണോമിക് സിസ്റ്റം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ആൻ എക്സ്പെക്ടേഷൻ ആർഗ്യുമെന്റഡ് ഫിലിപ്സ് കർവ് where the short-run trade-off is less favorable than the long-run trade-off. Voters are ignorant of the macroeconomic framework. നോക്കൂ, ആറാമത്തെ അസംഷനിൽ പറയുന്നത് ഇവിടെ ഈ തിയറികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്, ലോങ് റൺ ഫിലിപ്സ് കർവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതായത് ഒരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഫിലിപ്സ് കർവ് വെച്ചിട്ടാണ് ഇവരുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷോർട്ട് റണ്ണിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ ട്രേഡ് ഓഫ് ഇവർ പരിഗണിക്കുന്നില്ല. ദെൻ സെവൻത്ത് അസംഷൻ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻഫ്ലേഷൻ are formed adaptively, that is agent are backward looking. നോക്കൂ, ഇവിടെ ഗവൺമെൻറ് എപ്പോഴും ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ഗവൺമെൻറ് എപ്പോഴും നോക്കുക പഴയ കാലത്ത് ഇൻഫ്ലേഷൻ എങ്ങനെയായിരുന്നു, അൺഎംപ്ലോയ്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലായിരിക്കും ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഇവർ വരുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏഴാമത്തെ അസംഷൻ. Then the last and final assumption, policymakers can control the level of unemployment by manipulating aggregate demand via fiscal and monetary policy. പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഉപയോഗിച്ചിട്ടാണ് ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എട്ടാമത്തെ അസംഷൻ. അങ്ങനെ 8 അസംഷനാണ് ഇവിടെ നോർദസിൻ്റെ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറിയിൽ പറയുന്നത്. ഇനി നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ തിയറിയിലോട്ട് വരാം. നോക്കൂ, നോർദസ് അസ്യൂംസ് ദാറ്റ് ദ പോളിസി ഡിസിഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷൻ which reflect individuals' preferences, that is described by the equation. നോക്കൂ, ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു വോട്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് വോട്ട് ആയി മാറുന്നത്, ഒരു വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ദി പീരിയഡ്. ആ പീരിയഡിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും എത്രയാണോ അതിനനുസൃതമായിട്ടായിരിക്കും വോട്ട് വരുന്നത്. സോ ഹിയർ ദ വോട്ടിംഗ് ഡിസിഷൻസ് VT അല്ലെങ്കിൽ വോട്ടിംഗ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് UT, ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, ആൻഡ് PT ഈസ് എ ഇൻഫ്ലേഷൻ. സോ G of UT is less than 0 and G of PT is less than 0. എപ്പോഴും വോട്ട് ചെയ്യുന്ന ആൾ പരിഗണിക്കുന്നത് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 0, കുറഞ്ഞ ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ആൾസോ ലെസ് ദാൻ 0. അതാണ് ഇവിടെ ലെസ് ദാൻ 0 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു വോട്ടിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരാൾ വോട്ട് ചെയ്യാൻ എപ്പോഴും പരിഗണിക്കുന്നത് കുറഞ്ഞ ഇൻഫ്ലേഷനും കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വോട്ടിംഗ് ഫംഗ്ഷൻസ് ഉണ്ടാവും. V1, V2, V3 എന്നൊക്കെ പറയുന്ന ഒരുപാട് വോട്ടിംഗ് ഫംഗ്ഷൻസ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ്, ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ ഉള്ള വോട്ടിംഗ് ഫംഗ്ഷൻ ഏതാണോ ആ വോട്ടിംഗ് ഫംഗ്ഷൻ ആയിരിക്കും ആ രാജ്യത്ത് വോട്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് V1 is greater than V2, greater than V3, greater than V4. Therefore, the voters can prefer V1 than V2, V3 and V4. ഒരു വോട്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് V1 ആയിരിക്കും. കാരണം ആ ഒരു വോട്ടിംഗ് ഫംഗ്ഷനിലാണ് അൺഎംപ്ലോയ്മെൻറ്റും ലോവസ്റ്റ് ഉള്ളത്, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ലോവസ്റ്റ് ഉള്ളത്. So the government seeking to win election will endeavor to manipulate the economy towards the highest feasible vote contour so as to coincide with the election period. നോക്കൂ, ഒരു ഗവൺമെൻറ് എപ്പോഴും അവരുടെ പോളിസിയിൽ ഇവർ ഈ പറഞ്ഞ ഇൻഫ്ലേഷനെയും അൺഎംപ്ലോയ്മെൻറ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ഷനിൽ ഇവർക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാക്കി മാറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള ലോവസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ പൊസിഷൻ ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നത് ആ ഒരു ഇലക്ഷൻ പീരീഡ് ആകുമ്പോഴേക്ക് ആ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഇക്കണോമിക് പോളിസി ആയിട്ട് വരുന്നത്. നോക്കൂ, ഈ ലോങ് റൺ ഫിലിപ്സ് കർവിൽ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്ത് മാക്സിമം വെൽഫെയർ കിട്ടുന്നത് എപ്പോഴായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. വെൽഫെയർ കിട്ടുന്നത് പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോവസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ റൈറ്റ്. സോ ഹിയർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെൽഫെയർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വെൽഫെയർ ഫംഗ്ഷനിൽ പറയുന്നതാണ് the social welfare function of the policy makers will be discounted value of aggregate voting function.
ഈ അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ രാജ്യത്തെ വെൽഫെയർ ഫംഗ്ഷൻ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നിലനിൽക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസ് എ സോഷ്യൽ പ്ലാനർ വിൽ സീക്ക് ടു മാക്സിമൈസ് ദ വെൽഫെയർ ഫംഗ്ഷൻ given by the equation subject to the macroeconomic constraints. ഒരു രാജ്യത്ത് പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻറ്റ് ഇല്ലാത്ത ഒരു രാജ്യത്ത് ആ രാജ്യത്ത് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്രോ ഇക്കണോമിക് വേരിയബിൾസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ആ രാജ്യത്ത് വെൽഫെയർ മാക്സിമം ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കുറവായിരിക്കണം, അൺഎംപ്ലോയ്മെൻറ്റും കുറവായിരിക്കണം. സോ ഇറ്റ് ഈസ് ഷോസ് ഇൻ ദി ഫിഗർ W ഈസ് ഈക്വൽ ടു integration 0 to infinity g of ut comma pt e raised to minus rt dt. So here mention that the welfare of a nation is depend upon or is a function of unemployment rate and inflation rate. നോക്കൂ, നമുക്ക് ഈ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ വരാം. ഒരു രാജ്യത്ത് വെൽഫെയർ മാക്സിമം ആവുന്ന പൊസിഷൻ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. നോക്കൂ, ഈ ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിൽ മെഷർ ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, വൈ ആക്സിൽ മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഇതിൽ ഒരുപാട് കർവുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ SM, SW, SG എന്നൊക്കെ പറയുന്നത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവുകളാണ്. V1, V2, V3, V4 എന്നൊക്കെ പറയുന്നത് അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഷോസ് ദ പ്രിഫറൻസസ് ഓഫ് ദി വോട്ടേഴ്സ് ഓർ ദ പീപ്പിൾ. ആ രാജ്യത്തുള്ള ആളുകളുടെ പ്രിഫറൻസ് ആണ് അത് കാണിക്കുന്നത്. ആ പ്രിഫറൻസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ലോവസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഹിയർ നമുക്ക് മറ്റൊരു ഡയഗ്രം കാണാം. LRPC ആണ് ലോങ് റൺ ഫിലിപ്സ് കർവ്. അപ്പോൾ ഇവിടെ ഒരു രാജ്യത്ത് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്നുള്ളത് നോർദസ് പറയുന്നത് ലോങ് റൺ ഫിലിപ്സ് കർവും അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷൻ കാണിക്കുന്ന കർവും ആ വോട്ടിംഗ് ഫംഗ്ഷൻ കോണ്ടൂറും തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്ന പൊസിഷനിലായിരിക്കും ആ രാജ്യത്ത് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ LRPCയും അതുപോലെ തന്നെ V2വും തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട്. ടാൻജൻറ്റ് ചെയ്യുന്ന പൊസിഷനാണ് G എന്ന് പറയുന്നത്. ഈ G എന്ന് പറയുന്ന പൊസിഷനിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ് UG. ആ പൊസിഷനിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ് PG. ഈ പൊസിഷനിലുള്ള അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ റേറ്റുമായിരിക്കും ആ രാജ്യത്ത് വെൽഫെയർ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്ത് മാക്സിമം വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് റൺ ഫിലിപ്സ് കർവ് നമ്മൾ നേരത്തെ പറഞ്ഞ വോട്ടിംഗ് ഫംഗ്ഷൻ കോണ്ടൂറുമായി ടാൻജൻറ്റ് ചെയ്യുന്ന പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ V2 ലോങ് റൺ ഫിലിപ്സ് കർവുമായി ടാൻജൻറ്റ് ചെയ്യുന്ന പൊസിഷൻ G ആണ്. ആ G എന്ന് പറയുന്ന പൊസിഷനാണ് ഇവിടെ മാക്സിമം സോഷ്യൽ ഫംഗ്ഷൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ വെൽഫെയർ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കൂ, ലോങ് റൺ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി നോർദസ് മോഡൽ. അപ്പോൾ നമ്മൾ വെൽഫെയർ മാക്സിമം വെൽഫെയർ കിട്ടുന്ന പൊസിഷൻ കണ്ടു. ഇനി ആ രാജ്യത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഏത് പൊസിഷനായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, എല്ലാ പൊളിറ്റീഷ്യൻസും വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ശ്രമിക്കുന്നത് എപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കും, അതിൻ്റെ കൂടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ച് കൂടിക്കോട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കും ഇവർ ആ രാജ്യത്ത് പോളിസി ഡിസിഷൻസ് കൊണ്ടുവരുന്നത്. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് അധികാരത്തിലോട്ട് വരാൻ പറ്റുകയുള്ളൂ. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ ഇപ്പോൾ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ്, വൈ ആക്സിൽ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് കാണാം. അതുപോലെ തന്നെ വോട്ടിംഗ് ഫംഗ്ഷൻ കോണ്ടൂറുകൾ കാണാം, V സ്റ്റാർ എന്ന് പറയുന്ന, പിന്നെ ലോങ് റൺ ഫിലിപ്സ് കർവ് കാണാം, പിന്നെ E0 എന്ന് പറയുന്ന ഒരു ലൈനും നിങ്ങൾക്ക് കാണാം. ആ E0 ലൈനാണ് ആ രാജ്യത്തെ വോട്ടേഴ്സിൻ്റെ വോട്ടിംഗ് ഡിസിഷൻസ് കാണിക്കുന്നത്. എനിവേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ നമ്മൾ കണ്ട പോലെ ആ രാജ്യത്തെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G എന്ന് പറയുന്ന പൊസിഷനാണ്. ആ പൊസിഷനിൽ UG എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട്, PG എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റും ഉണ്ട്. ഇനി G എന്ന് പറയുന്ന പൊസിഷനിലാണ് ആ രാജ്യം നിലനിൽക്കുന്നതെന്ന് വെക്കാം. ആ രാജ്യത്ത് മാക്സിമം വെൽഫെയർ ഉള്ള പൊസിഷൻ അതാണെന്ന് വെക്കാം. ഇനി ആ ഗവൺമെൻറ്റിന് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് പതുക്കെ കൂട്ടുകയും വേണം. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറച്ചും ഇൻഫ്ലേഷൻ കൂട്ടിയും മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റൂ. കാരണം നമുക്കറിയാം, ഒരു ഇലക്ഷൻ്റെ സമയത്ത് പെട്ടെന്ന് നടത്തുന്ന പോളിസിയാണ് ആ രാജ്യത്ത് ജനങ്ങളുടെ വോട്ടിംഗ് ഡിസിഷൻസിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് ഷോർട്ട് റണ്ണിലുള്ള മാറ്റങ്ങളായിരിക്കും അവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഷോർട്ട് റണ്ണിൽ ഇവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കും, ഇൻഫ്ലേഷൻ റേറ്റ് പതുക്കെ കൂട്ടിക്കൊടുക്കും. അപ്പോൾ നോക്കൂ, സപ്പോസ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുന്നത് ജി എന്ന് പറയുന്ന പൊസിഷനാണെന്ന് നോക്കുക. ഇനി ഇവർക്ക് അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് യു ജിയിൽ നിന്ന് കുറക്കണം. അതുപോലെ തന്നെ പി ജി എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കൂട്ടുകയും വേണം. അപ്പോൾ ഇവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറച്ച് ഇൻഫ്ലേഷൻ റേറ്റ് കൂട്ടി അവസാനം ഇവർ എത്തിച്ചേരുന്ന ഒരു ഒപ്റ്റിമം പൊസിഷൻ ഉണ്ട്. ആ ഒപ്റ്റിമം പൊസിഷനാണ് ഇ സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷൻ. ആ പൊസിഷനിൽ വി സ്റ്റാർ എന്ന് പറയുന്ന വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആയിട്ടുള്ള എസ് ആർ ഡാഷും ലോങ് റൺ ഫിലിപ്സ് കർവും എൽ ആർ പി സിയും തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ പൊസിഷനിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് യു എമ്മും ഇൻഫ്ലേഷൻ റേറ്റ് പി എമ്മുമായി നിലനിൽക്കുന്നത്. അതാണ് ലോങ് റൺ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ഇക്കണോമിക് പോളിസി ഡിസിഷൻ എത്തുന്നതെങ്കിൽ ആ രാജ്യത്ത് ഗവൺമെൻറ്റിന് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു ഇ സീറോ എന്ന് പറയുന്ന പൊസിഷനാണ് ആ കർവാണ് വോട്ടേഴ്സിൻ്റെ ഡിസിഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സ്റ്റാർ ഈക്വൽ ടു എം എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ആ രാജ്യത്ത് അവർ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കുന്നത്. ആ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കാനുള്ള കാരണം ഇവർ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കണം, ഇൻഫ്ലേഷൻ റേറ്റ് കൂട്ടണം. ആ പൊസിഷനിലായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? ഇക്കണോമിക് പോളിസി നടപ്പിലാക്കുന്നതും വീണ്ടും കൂടുതലായിട്ട് ഇവർ അധികാരത്തിൽ വരാൻ ചാൻസ് ഉള്ള പൊസിഷൻ എന്ന് പറയുന്നതും അതാണ്. അപ്പോൾ നോക്കൂ, ഇതുവരെ നമ്മൾ നോർദസിൻ്റെ മോഡലിൽ കണ്ടത് ഇവർ രണ്ട് പോളിസിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റ്, മറ്റൊന്ന് ഇൻഫ്ലേഷൻ. ഈ രണ്ട് പോളിസികൾ വെച്ചിട്ടാണ് ഇവരുടെ തിയറി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത് ഒരു രാജ്യത്ത് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഈ മാക്രോ ഇക്കണോമിക് വേരിയബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷനിലും അൺഎംപ്ലോയ്മെൻറ്റിലും മാറ്റം വരുത്തണം. എന്നിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആ രാജ്യത്ത് ഇക്കണോമിക് പോളിസി നടപ്പിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നു ഈ രാജ്യത്ത് റാഷണലായിട്ടുള്ള ആളുകളില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ മയോപ്പിക്കാണ്. മയോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടത്തുന്ന പോളിസിയാണ് അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. പഴയ കാലത്ത് ഗവൺമെൻറ് എന്ത് നടപ്പിലാക്കി എന്നുള്ളത് ഇവരുടെ വോട്ടിംഗ് ഡിസിഷനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ ഇൻഫ്ലേഷനെയും അൺഎംപ്ലോയ്മെൻറ്റിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവരുടെ വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ നോർദസിൻ്റെ തിയറിയിൽ പറയുന്നത്. ഇനി ഇവർ ഈ പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ തിയറി എംപിരിക്കലി തെളിയിച്ചിട്ടുമുണ്ട്. അതായത് ഇവർ ഒരുപാട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവർ ഈ പറഞ്ഞ തിയറി ശരിയാണ് എന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻ ദി റൺ-അപ്പ് ഓഫ് ടു ആൻ ഇലക്ഷൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇലക്ട്രൽ പീരിയഡ് ഷുഡ് ബി ക്യാരക്ടറൈസ്ഡ് ബൈ ഫാളിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് റേസിംഗ് GDP. In the immediate post-electoral period, inflation rises and a recession sets in. Nordhaus tested this hypothesis for 9 countries over the period of 1947 to 72. അപ്പോൾ നോക്കൂ, 1947 മുതൽ 1972 വരെ 9 രാജ്യങ്ങളിൽ നോർദസ് ഈ പഠനം നടത്തിയിരുന്നു. എന്നിട്ട് ഇദ്ദേഹം he conducted that given both casual and formal evidence of economic behavior and the historical record in the countries examined. നോക്കൂ, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഇക്കണോമിക് ബിഹേവിയർ നോക്കി, അവരുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കി, എന്നിട്ട് ഇവർ കണ്ടെത്തുന്നത് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ is a significant factor in the operation of same capitalist countries, given the potentiality serious nature of this phenomenon. ഇവർ പഠനം നടത്തിയിട്ടുള്ള 9 രാജ്യങ്ങളിലും ഇവർ കണ്ടത് ഇലക്ഷൻ ആവുന്ന സമയത്ത് ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റിലും ഇൻഫ്ലേഷനിലും ഇവർ മാറ്റം വരുത്തിയിട്ട് ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്ന ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തുന്നത്. അവസാനമായി നോർദസ് ഈ തിയറിയുടെ ഭാഗമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്, നോർദസ് സജസ്റ്റഡ് എ നമ്പർ ഓഫ് പോസിബിൾ റെമഡീസ് വിച്ച് ഇൻക്ലൂഡഡ് ഇൻക്രീസിംഗ് ദ ഇൻഫർമേഷൻ അവൈലബിൾ ടു വോട്ടേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് മോണിറ്ററി പോളിസി ടു ആൻ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക്. നോക്കൂ, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലേഷനിലും അൺഎംപ്ലോയ്മെൻറ്റിലും മാറ്റം വരുത്തിയിട്ട് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരുന്നതിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്, ഒന്നാമത്തെ സജഷൻ ഇദ്ദേഹം പറയുന്നത് ഇൻക്രീസ് ദ വോട്ടേഴ്സിന് ഇൻഫർമേഷൻ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത്
വോട്ടേഴ്സിന് ഗവൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതായത് പെട്ടെന്ന് നടത്തുന്ന അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ മാത്രമല്ല, മുമ്പ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒരുപാട് പോളിസികളുടെ, ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒരുപാട് ഇക്കണോമിക് നയങ്ങളുടെ ഇൻഫർമേഷൻ കൂടി ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. മറ്റൊന്ന് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് എൻട്രസ്റ്റിംഗ് മോണിറ്ററി പോളിസി ടു ആൻ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ നമുക്ക് മോണിറ്ററി പോളിസി നടപ്പിലാക്കേണ്ടത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്കാണ് എന്നുള്ളതാണ് മറ്റൊരു സജഷൻ. ഒരിക്കലും ഗവൺമെൻറ് മോണിറ്ററി പോളിസിയിൽ ഇടപെടാൻ പാടില്ല. ദീസ് ആർ ദി 2 സജഷൻസ് ഗിവൺ ബൈ നോർദസ്. അപ്പോൾ നോക്കൂ, നോർദസിൻ്റെ തിയറിയാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. നോർദസിൻ്റെ തിയറി എപ്പോഴും ഒരു റാഷണാലിറ്റി, അതായത് വോട്ടേഴ്സ് റാഷണൽ അല്ല എന്ന് പറയുന്ന തിയറിയാണ്. പോരാത്തത് ഓപ്പർച്യൂണിസ്റ്റിക് തിയറി കൂടിയാണ്. ഓപ്പർച്യൂണിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അധികാരത്തിൽ വരണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവർ ചെയ്യുക, മാക്രോ ഇക്കണോമിക് വേരിയബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷനിലും അൺഎംപ്ലോയ്മെൻറ്റിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രൂപത്തിലായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ആ രാജ്യത്ത് ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുന്നത്. ഇതാണ് നോർദസിൻ്റെ തിയറി. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു.